ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. പല മഹാന്മാരും ദൃശ്യവൽക്കരണത്തിലൂടെയാണ് പല കാര്യങ്ങളും കണ്ടെത്തിയത്. നിക്കോളസ് ടെസ്ല ഇതിന് വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹം പരീക്ഷിക്കുന്നതിന് മുൻപായി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് അഥവാ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കുമായിരുന്നു. അതിൽ വിജയിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ദൃശ്യവൽക്കരണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതിനു മുൻപായി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ഭാഗമായിട്ടില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കെല്ലാം തന്നെ അതിലൂടെ മറുപടി ലഭിക്കുന്നതുമാണ്. ഇനി ദൃശ്യവൽക്കരണം എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊരു വസ്തുവും നമുക്ക് ദൃശ്യവൽക്കരണം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു വീട് കണ്ടിട്ട് അതിനെ ദൃശ്യവൽക്കരണം ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ ഒരു ചിത്രം എടുത്തിട്ട് അതിനെ ദൃശ്യവൽക്കരണം ചെയ്യാം. പക്ഷേ പലപ്പോഴും ദൃശ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് ഓർക്കാൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ഇമാജിനേഷൻ പവർ കുറയുന്നത് കൊണ്ടാണ്. കാരണം ഇമാജിനേഷൻ പവറുള്ള വ്യക്തികൾക്ക് മാത്രമേ വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ ഗുണവും അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇനി എങ്ങനെ നമ്മുടെ വിഷ്വലൈസേഷൻ പവറിനെ കൂട്ടാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കടക്കാം. നിങ്ങൾ അതിനായി ചെയ്യേണ്ടത് ആദ്യമായി തന്നെ ഒരു പെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെൻസിലോ ഏറ്റവും ചെറിയൊരു വസ്തു എടുക്കുക. ഡിസൈനിങ്ങിലും മറ്റും എല്ലാം തന്നെ വളരെ ലളിതമായിരിക്കണം. അതെടുത്തിട്ട് ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ണുകൊണ്ട് നല്ല രീതിയിൽ 1 മിനിറ്റ് നേരം നോക്കുക. അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആ വസ്തുവിനെ കണ്ണുകൾ അടച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ രൂപം, അതിൻ്റെ കളർ, അതിൻ്റെ ഡിസൈൻ, അതിൽ കൊടുത്ത ലെറ്റേഴ്സ് എല്ലാം തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ തവണ നിങ്ങൾക്കത് കൃത്യമായ രീതിയിൽ കാണാൻ സാധിക്കണമെന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും ഈ ഒരു പ്രോസസ്സ് തുടർന്നു കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ആ കാര്യത്തെ കാണാനുള്ള അഥവാ ആ ഒരു പെന്നിനെയോ പെൻസിലിനെയോ ചെറിയൊരു വസ്തുവിനെയോ കാണാനുള്ള ക്ഷമത വർദ്ധിക്കുന്നതാണ്. ഇതൊരു ചെറിയൊരു എക്സസൈസ് ആണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് വലിയ സ്വപ്നങ്ങളാണ്. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ പവർ കൂടുന്നതാണ്. ഇതെൻ്റെ അനുഭവമാണ്. ഇനി നമുക്ക് ദൃശ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അതിനെ കാണാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കാഴ്ചയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്പർശനത്തിൻ്റെ സുഖം വേണം. അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ മണം, ശബ്ദം, അതോടൊപ്പം തന്നെ കാഴ്ച, ഇതെല്ലാം തന്നെ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ വിഷ്വലൈസേഷൻ കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ മാറുകയുള്ളൂ. അതിനായി നിങ്ങൾക്ക് വളരെ ലളിതമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലെമൺ ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടാവും. അതെടുക്കുക. എന്നിട്ട് ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. ആ ലെമൺ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ സ്മെല്ല് ചെയ്ത് നോക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതിൻ്റെ രൂപം നോക്കുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. അത് മുറിച്ചതിന് ശേഷം അതിനെ രുചി ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിനെ നല്ല രീതിയിൽ സ്പർശിക്കുക. അതിൻ്റെ തണുപ്പും അതിൻ്റെ പരപരപ്പുമായിട്ടുള്ള തൊലിയെ നിങ്ങൾ സ്പർശിച്ച് അതിനെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അഡാപ്റ്റ് അല്ലെങ്കിൽ ഫീല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് കുലുക്കി നോക്കുക. ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഈ ഒരു പ്രോസസ്സ് തുടരേണ്ടതാണ്. അതിനെ തൊടുക, അതിനെ സ്മെല്ല് ചെയ്യുക, അതിനെ നോക്കുക, അതോടൊപ്പം തന്നെ അതിനെ രുചിക്കുക. ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ നാരങ്ങ കുറച്ച് ദൂരെയായി മാറ്റി വെക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ അതിൻ്റെ രൂപം കാണുക. അതിൻ്റെ ഗന്ധം മണക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പതിയെ പതിയെ നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ 4-5 ഇന്ദ്രിയങ്ങളും നിങ്ങളെ പ്രവർത്തിക്കണമെന്നില്ല. പക്ഷേ പതിയെ പതിയെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ വിഷ്വലൈസേഷൻ പവർ കൂട്ടാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഫീലിംഗ് ലഭിക്കുന്നതാണ്.
നിങ്ങളൊരു കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്കതൊന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആ കാർ ഉണ്ടെങ്കിൽ അത് ഓടിക്കാനും സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങളെ വിഷ്വലൈസേഷനും ഫീലിങ്സും കൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിൻ്റെ രൂപസാദൃശ്യമുള്ള വീടുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈനറെ കൊണ്ട് നിങ്ങൾ നല്ല രീതിയിലൊന്ന് 3D വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ 3D മാപ്പിങ്ങും എല്ലാം തന്നെ പ്ലാനിങ് എല്ലാം തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റിലും അതോടൊപ്പം തന്നെ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ നമ്മളെ വിഷ്വലൈസേഷൻ എബിലിറ്റിയെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫീലിംഗ് എന്ന് പറയുന്ന കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറുനാരങ്ങയിലൂടെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മറ്റ് 5 ഇന്ദ്രിയങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, മറിച്ച് ഓരോ ദിവസവും നിങ്ങൾ ചെറിയ ചെറിയ വസ്തുക്കൾ എടുക്കുക, അത് നോക്കുക, അത് സ്പർശിക്കുക, അതിനെ സ്മെല്ല് ചെയ്യുക, എന്നിട്ട് സാവധാനം മാറ്റി വെച്ചിട്ട് അതിനെ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് തിരഞ്ഞെടുക്കുക. അതൊരു വ്യക്തിബന്ധമാണെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ വാൾപേപ്പറായി സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം, വാൾപേപ്പർ ആക്കിയിട്ട് മൊബൈൽ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് പോകുന്നതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്തും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫീലിങ്ങിനാണ്. ആ ദൃശ്യവൽക്കരണമല്ല, മറിച്ച് ദൃശ്യവൽക്കരണത്തിന് കൊടുക്കുന്ന ഫീലിങ്ങിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് അകക്കണ്ണുകൊണ്ട് കണ്ടാലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിച്ചാലും നമുക്ക് അതിനോടൊരു അടങ്ങാത്ത ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം വരും. ഒരു കാറാവട്ടെ അല്ലെങ്കിൽ ഒരു വീടാവട്ടെ, അതിൻ്റെ അവസരങ്ങളും സാധ്യതകളും അത് നൽകാൻ ആവശ്യമായ വ്യക്തികളും നിങ്ങളെ ചുറ്റും വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും. ഇതെൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. അതായത് ചില ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ചില ബിസിനസ് അവസരങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ബിസിനസ് ആശയങ്ങളും വ്യക്തികളും വേണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ചിലപ്പം അത്തരം വ്യക്തികളെ കിട്ടും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തു വഴി അത്തരം ബന്ധങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതാണ്. ഇത് പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാക്ടീസ് 100% ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. എപ്പോഴും ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യവൽക്കരണം ചെയ്താൽ മാത്രം പോരാ, അതിനായിട്ട് നമ്മൾ കൃത്യമായ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയും വേണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസരങ്ങളും സാഹചര്യങ്ങളുമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ കർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ ഫീലിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ നിരന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. അത് ഒരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പാടില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ചെറുനാരങ്ങയുടെ കാര്യം ചെയ്തു, വീണ്ടും ചെറുനാരങ്ങയുടെ ഒരു 3 തവണയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കുറച്ച് ടെൻസ്ഡ് ആവും. എന്തുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല, ഈ രീതിയിലുള്ള ചിന്ത ഒരിക്കലും പാടില്ല. നമുക്കത് സാധിക്കും, ഇതെല്ലാം വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിഷ്വൽ എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് വളരെ എളുപ്പമായിരിക്കും. മറ്റുള്ളവർക്ക് ഇത് സാധിക്കണമെന്നില്ല വളരെ പെട്ടെന്ന്. പക്ഷേ തുടരെയുള്ള പ്രാക്ടീസിലൂടെ അവർക്കും ഇമാജിനേഷൻ പവർ കൂട്ടുന്നതാണ്. ഇന്ന് ലോകത്ത് ഇൻ്റർനെറ്റിലൂടെ എല്ലാ അറിവും കിട്ടും, നമ്മൾ പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇന്ന് ലോകത്തിന് ആവശ്യം ഇമാജിനേഷൻ പവർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് എബിലിറ്റിയുള്ള കുട്ടികളാണ്. നിങ്ങളെ കുട്ടികൾക്കും ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുക. ഇമാജിനേഷൻ പണ്ട് കാലങ്ങളിൽ ചിത്രകഥകളിലൂടെയും അതോടൊപ്പം തന്നെ പല ഇതിഹാസങ്ങൾ, അത് ഇസ്ലാമിലാവട്ടെ, ക്രിസ്ത്യാനിറ്റിയിലാവട്ടെ, ഇല്ലെങ്കിൽ ഹിന്ദുയിസത്തിലാവട്ടെ, ജൂതമതത്തിലാവട്ടെ, ബുദ്ധമതത്തിലാവട്ടെ, പല കഥകളും മുത്തശ്ശിമാരും നമ്മുടെ പ്രായമായ വീട്ടമ്മമാരും എല്ലാം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് അവർക്ക് ലഭിക്കുന്ന എന്താണ്? ജനിച്ച ഏകദേശം ഒരു 3 വയസ്സിനുള്ളിൽ തന്നെ നമ്മൾ മൊബൈൽ കൊടുക്കും. മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ അതിലെ കാർട്ടൂണും കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത്. അതിലൂടെ അവരെ ഇമാജിനേഷൻ പവർ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പവറാണ് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ മക്കളോ വലിയ മക്കളോ ആവട്ടെ, അത് നിർബന്ധമായും നിങ്ങൾക്ക് ഒരു കഥകൾ പറഞ്ഞു കൊടുക്കുക. ഓരോ കഥകളും നിങ്ങൾ എന്ത് ചെയ്യുക, ടൈമും എഫേർട്ടും വെച്ചിട്ട് കഥകൾ കേട്ടിട്ട് അത് നിർബന്ധമായിട്ടും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു കാര്യം, അതായത് ഉദാഹരണത്തിന് ഒരു രാജാവിനെ കുറിച്ച് നിങ്ങൾ വർണ്ണിക്കുകയാണ്, എന്നിട്ട് കുട്ടിയോട് ചോദിക്കുക, ഇത് ശരിക്കും മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക.
പല കുട്ടികളും ആദ്യം ഇല്ല എന്ന് പറയുന്നെങ്കിലും അതിനെ വ്യക്തമായിട്ട് ആ ഒരു രാജാവിൻ്റെ കിരീടം എങ്ങനെയാണ്, അതിലെ രത്നങ്ങൾ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ആ രാജാവിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഇമാജിനേഷൻ പവറിലേക്ക് കൊണ്ടുവരിക. കാരണം നമുക്ക് വേണ്ടത് പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, അല്ലാതെ നമ്മൾ ജോലിക്കാരായിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ ഇമാജിനേഷൻ പവറിനെയാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത്. AI പോലെയുള്ള ടെക്നോളജി എല്ലാം തന്നെ നമ്മുടെ ഇൻഫർമേഷൻ കീഴടക്കി കഴിഞ്ഞു. ഇനി മനുഷ്യർക്ക് വേണ്ടത് ഇമാജിനേഷൻ പവറാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പ്രാക്ടീസ് കൃത്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഇതൊരു ഗ്രൂപ്പല്ല, മറിച്ച് ഇതൊരു ഫാമിലിയാണ്. നന്ദി.